നമസ്കാരം. വളണ്ടിയറിങ് അല്ലെങ്കിൽ സന്നദ്ധ സാമൂഹ്യ സേവനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഐ ആം ബിക്കോസ് വി ആർ. ഞാനുള്ളത് മറ്റുള്ളവരും കൂടി ഉള്ളതുകൊണ്ടല്ലേ, നമ്മളുള്ളത് കൊണ്ടാണ് ഞാനുണ്ടായിരിക്കുന്നത് എന്ന പ്രസിദ്ധമായൊരു വാചകമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഓർക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുക. ഞാൻ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്വർണം പണിയുന്ന തട്ടാൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന കാൽപ്പനിക കാഴ്ചപ്പാടുകൾ നമ്മളുടെ മുന്നിൽ വെച്ച ആളുകളുണ്ടായിരുന്നു. അത്രയ്ക്ക് സ്വാർത്ഥതയുള്ള ആളുകളുണ്ടായിരുന്നു എന്നാണ് വ്യംഗ്യം. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൽ എന്നെപ്പോലെ എൻ്റെ ചുറ്റും ജീവിക്കുന്നവർക്ക് കൂടി നന്മ വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥതയുടെ അംശമില്ലാതെ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന സമയത്താണ് വളണ്ടിയറിങ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ആദ്യകാലത്ത് ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു. ഇന്ന് മനുഷ്യത്വം ഒരു ലക്ഷറി ആവുന്നു, മനുഷ്യനൊരു എക്സ്ട്രാ ക്വാളിറ്റി ആയിട്ട് മനുഷ്യത്വത്തിനെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ആദ്യകാലത്ത് ഇത് സ്വാഭാവികമായ മനുഷ്യൻ്റെ നന്മയുടെ പുറത്തേക്കുള്ള വരവായിരുന്നു. അതായിരുന്നു, അതിന് സാമൂഹ്യ പ്രവർത്തനം എന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. മറ്റൊരാളെ സ്വാഭാവികമായിട്ട് അത് സ്വഭാവമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയായിരുന്നു. പിന്നീട് കുറച്ചും കൂടി ഒരു സാമൂഹ്യ ജീവിതമൊക്കെ ശക്തിപ്പെട്ടു വരുന്ന സമയത്താണ് നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന പാവപ്പെട്ടവരും രോഗികളും കഷ്ടപ്പെടുന്നവരും കുറ്റവാളികൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ്, സമൂഹത്തിലുള്ള കമ്മ്യൂണിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ആ ശ്രമം നടത്തിയിരുന്നത് പോലും പൊട്ടയായിട്ടുള്ളതൊന്നും എൻ്റെ ചുറ്റും വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ക്രിമിനൽസ് എൻ്റെ സമൂഹത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല, രോഗികൾ ഉണ്ടാവാൻ പാടില്ല, കഷ്ടപ്പെടുന്നവരുണ്ടാവാൻ പാടില്ല, അവരെയൊക്കെ ദൂരേക്ക് മാറ്റുക, അവർക്ക് വേണ്ട മിനിമം ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം ഇവോൾവ് ചെയ്തു വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യം സമൂഹത്തിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണെങ്കിൽ, പിന്നീടുള്ള ഘട്ടത്തിലാണ് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ച മതങ്ങളും ഈശ്വര സേവനമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുള്ള പൂജനമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് കണ്ട ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈശ്വരോപാസനയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആരാധനയുടെ ഒരു ഭാഗമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തെ കാണാൻ തുടങ്ങി. ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കണമെന്നുള്ളൊരു ചിന്താവിഷയം ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് സാമൂഹ്യ സേവനം എന്നുള്ളത് പതുക്കെ മുന്നോട്ട് വരുന്നത്. അത് ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് സാധാരണക്കാരൻ കയ്യിലുണ്ടായിരുന്നതെടുത്ത് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതിനുപരി സമൂഹത്തിലെ റിസോഴ്സസ് പൂള് ചെയ്തിട്ട് അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഫഷണൽ ആളുകൾ വേണമെന്നുള്ള നിലയ്ക്ക് വന്നു. സാവകാശം ഈ സാമൂഹ്യ സേവനം എന്നുള്ളത്, മനുഷ്യൻ്റെ സ്വഭാവം എന്നുള്ളത് സേവനമായിട്ട് മാറുന്നു. അടുത്ത ഘട്ടത്തിൽ സാമൂഹ്യ സേവനം എന്നുള്ളത് സാമൂഹ്യ പ്രവർത്തനമായി വികസിക്കുന്നത് നമ്മൾ കാണും. അവിടെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ വ്യക്തികൾ ചെയ്യുന്നത് കൂടാതെ സംഘടിതമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക, മതത്തിൻ്റെ ആ ഒരു ലേബലിൽ ഇത്തരം വർക്കുകൾ ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ ഒരു പക്ഷേ റൂളിംഗ് ക്ലാസ്, ആ ഭരണകർത്താക്കളും ഈ ഒരു അവസരത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കോ ഗവൺമെൻറ്റുകൾക്കോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഇത്തരം സന്നദ്ധ സേവന പ്രവർത്തന ഗ്രൂപ്പുകളിലൂടെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നു. സാധാരണ പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വിഭാഗം ഉണ്ടാകുന്നു. അത് ഇവോൾവ് ചെയ്യുന്ന സമയത്താണ് ഒരു സോഷ്യൽ വെൽഫെയർ എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാവരുടെയും പുരോഗതിയാണെന്നുള്ള ചിന്തകളുമുണ്ടാകും. അപ്പോൾ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ സേവന പ്രവർത്തനത്തിൻ്റെ എവല്യൂഷൻ്റെ ഭാഗമായി തന്നെ ഈ വളണ്ടിയറിങ്ങും കൂടുതൽ സംഘടിതമായി, കൂടുതൽ പ്രൊഫഷണലിസം ആവശ്യമുള്ള, കൂടുതൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമായിട്ട് ഇവോൾവ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. പിന്നീട് സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നതിനെ പിന്നീട് അന്തർദേശീയ തലത്തിലുള്ള സംഘടനകൾ, യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകളൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിനെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. ലോകം ഒരുമിച്ച് വികസനമുണ്ടാവുമെന്ന്, ഇവിടെയുള്ള റിസോഴ്സസിൽ എല്ലാവർക്കും അവകാശമുണ്ടെന്നും
എല്ലാവരുടെയും നന്മ സമൂഹത്തിൻ്റെയും രാജ്യങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള മനുഷ്യൻ്റെ പുരോഗതിക്ക് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സോ മാത്രമല്ല, മറ്റുള്ള സന്നദ്ധ സേവന സംഘടനകളും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുമൊക്കെ ഇൻവോൾവ് ആവണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ചില ഇന്ന സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ 1930 നമ്മളുടെ ലോകത്തെ എന്തെല്ലാം നേടണം എന്നുള്ള തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ എവല്യൂഷൻ്റെ കഥയാണ്. മനുഷ്യൻ്റെ സ്വാഭാവികമായ റിയാക്ഷൻ, സമൂഹത്തിൽ കഷ്ടപ്പാടുകൾ കാണുന്ന സമയത്ത്, തിന്മകൾ കാണുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ കാണുന്ന സമയത്ത് എന്നിലുള്ള മനുഷ്യത്വത്തിൻ്റെ ആവിഷ്കാരമായി ചെയ്തിരുന്ന പ്രവൃത്തി ഇന്ന് വളരെ സംഘടിത സ്വരൂപം നേടിയെടുക്കുന്നു. സംഘടനകളുണ്ടാവുന്നു. നമ്മൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ കുറിച്ചും വളണ്ടറി ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നു. അവിടെ പ്രൊഫഷണലായിട്ട് ഇത്തരം വർക്കുകൾ ചെയ്യാനുള്ള ആളുകൾ വരുന്നു. ഇതൊക്കെ വികസിച്ച് വരുന്ന സമയത്തും ഈ വളണ്ടിയറിങ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരാളെ സ്വാഭാവികമായി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സേവനം, ഒരു സഹായം ചെയ്യുന്നത് മുതൽ നമുക്കൊരു പരിചയവുമില്ലാത്ത സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ വരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് ശരിക്കും വളണ്ടിയറിസത്തിൻ്റെ ആരംഭം. എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ എവല്യൂഷൻ്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവമാവണം വളണ്ടിയറിങ് എന്ന് പറയുന്നത്. അതിന് അടിസ്ഥാനമായി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമ്മളെ പ്രേരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ആത്മ ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വൈ ഷുഡ് ഐ ഡു സോഷ്യൽ വർക്ക്, വൈ ഷുഡ് ഐ ഡു സോഷ്യൽ ഇൻ്റർവെൻഷൻ, സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഉത്തരം, എൻ്റെ ബ്ലെസ്സിങ്സിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത്, വെൻ ഐ സ്റ്റാർട്ട് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്, ഐ ഫീൽ ഐ മസ്റ്റ് എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദറ്റ് ബ്ലെസ്സിങ്സ്. ആൻഡ് മൈ സോഷ്യൽ ഇൻ്റർവെൻഷൻ, മൈ വളണ്ടിയറിങ് ആക്ഷൻസ് ആർ ജസ്റ്റ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഐ ഹാവ്. അങ്ങനെ ചിന്തിച്ച് നോക്കൂ, നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ എത്താറുള്ളത് നമ്മളുടെ പോരായ്മകളിലേക്ക് ആയിരിക്കും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അതാത് സ്ഥാനത്ത് പ്രവർത്തന സജ്ജമായി ഉണ്ട് എന്നുള്ളത് തുടങ്ങി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഐ ആം അലൈവ് എന്നുള്ള ചിന്ത പോലും ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ നയിക്കണ്ടേ. നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങളും എങ്ങനെയാണത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എനിക്ക് സമ്പാദിക്കാൻ വേണ്ടി എന്നതിലും കൂടുതലായിരിക്കും. ഒരിക്കലും ചിന്മയാനന്ദ സ്വാമിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഈ സെൽഫിഷ് അല്ലാതെ ആവുക എന്നുള്ളത് സാധ്യമാണോ എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, യു ക്യാൻ ബി സെൽഫിഷ്, ഇഫ് യു വാണ്ട് ടു ബി സെൽഫിഷ്, ബി അട്ടർലി സെൽഫിഷ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ക്യാപിറ്റൽ SELF എന്ന് എഴുതി കാണിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മളുടെ പരമാത്മാവ്, ജീവാത്മാവ് എന്നൊക്കെയുള്ള തത്വത്തിനെ കുറിച്ചായിരിക്കാം, ഈശ്വരൻ എന്നുള്ള തത്വത്തിലായിരിക്കും. നമ്മൾ ആലോചിക്കും, ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, വികാരങ്ങളുടെ പേരിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കെ തന്നെ, ബൗദ്ധികമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കെ തന്നെ, നമ്മളെല്ലാവരും പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതാണെന്ന് പറയാം, ആത്മതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതാണെന്ന് പറയാം. ഈ ഭേദഭാവനകളില്ലാത്ത ഒരു കാഴ്ചപ്പാടുണ്ടാവുന്ന സമയത്ത് ഞാൻ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു സേവനം പോലും അത് എനിക്ക് തന്നെ ചെയ്യുന്ന സേവനമായിട്ട് മാറും. എൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അറിയിക്കലായിട്ട് എൻ്റെ സേവന പ്രവർത്തനം മാറും. അവിടെ വരുന്ന സമയത്ത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈഗോ ക്ലാഷസ് ഉണ്ടാവുന്നില്ല. നന്ദിയില്ലാത്തവർക്കാണ് ഞാൻ സേവനം ചെയ്തത് എന്നുള്ള റിഗ്രറ്റ്സ് ഉണ്ടാവുന്നില്ല. അതെൻ്റെ സ്വഭാവമാണ്. കണിക്കുന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കിന്ന് വയ്യേ പൂക്കാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഞാൻ മനുഷ്യനായതുകൊണ്ട് എൻ്റെ മനുഷ്യത്വത്തിനെ ആവിഷ്കരിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നിലുള്ളത് ഡിവിനിറ്റി ആണെങ്കിൽ എനിക്ക് ആ ഡിവിനിറ്റിയെ ആവിഷ്കരിക്കാതിരിക്കാൻ സാധ്യമല്ല. ആത്മയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഡിവിനിറ്റിയുടെ എക്സ്പ്രഷനാണ് നമ്മളുടെ സോഷ്യൽ കോൺട്രിബ്യൂഷനാണ് നമ്മളുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുക.
ഞാൻ എന്ത് നേടി, എന്ത് ഉണ്ടാക്കി, അതിൽ ഞാൻ എന്തുമാത്രം ആസ്വദിച്ചു എന്നുള്ളത് പോലെ തന്നെ പ്രസക്തമായൊരു ചോദ്യമാവും ആ നേടിയതിൽ നിന്ന് ഞാൻ എന്ത് പങ്കുവച്ചു, ഞാൻ എന്ത് കൊടുത്തു എന്നുള്ളത്. വോളണ്ടിയറിങ് ഈസ് ഓൾവേസ് an expression of the divinity that we all have. And its final evaluation should be what we are contributing to this world. Be ready, contribute, enjoy the divinity in yourself. Be a good volunteer. Thank you.